വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുമില്ല, യേശു വാക്കുമാറുമില്ല. ചേർന്ന് പാടാൻ പോലെ പകൽ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുമില്ല, യേശു വാക്കുമാറുമില്ല. പകൽ എത്ര പേർ പറയും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ നിറവേറും. നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ, ദുഷ്ടന്റെ ആശ, എന്നെ കുറിച്ചുള്ള ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ നിറവേറും. ആത്മാവിൽ ഇന്ന് പകൽ അതൊന്ന് പ്രഖ്യാപിക്കാൻ സന്തോഷമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഒന്ന് ചേർന്ന് പാടുക. ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ നേരെ ഉയർന്നെന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല 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 ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുമില്ല, യേശു വാക്കുമാറുമില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ ദൈവഗണം ചേർന്ന് പറഞ്ഞു, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. ഓ ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ഈ പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രാജ്യം മുഴുവൻ ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, റിപ്പബ്ലിക് എന്ന ആ ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നവരും നമ്മുടെ ഒരു ഭാരതീയൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുമാണ്. വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ്. ഈ രാജ്യത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. ഈ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ, ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ വിവിധ നിലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. നമ്മുടെ രാജ്യം ദൈവ തേജസ്സിന്റെ മഹാരാജ്യമായി ദൈവിക സമാധാനവും ഐക്യതയും ദൈവിക സന്തോഷവും ഈ ദേശത്തിൽ ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ലിഫ്റ്റ് യുവർ ഓൾ ഹാൻഡ്സ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ചില മിനിറ്റുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 76ാമത് റിപ്പബ്ലിക് ഡേ ഇന്ന് നമ്മുടെ രാജ്യം ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങളുടെ പിറകിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട്, ഒത്തിരി അധ്വാനങ്ങളുണ്ട്, ഒത്തിരി യുദ്ധങ്ങളുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തവരെല്ലാം നമുക്ക് ഈ സമയം ഓർക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഇന്ത്യൻ ആർമിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 യൂണിയൻ ടെറിട്ടറീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകളെ ഉയർത്തി ആത്മാർത്ഥമായി ഹല്ലേലൂയ. എല്ലാ സ്റ്റേറ്റുകളെയും ഓർക്കാം. ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ശബ്ദം ഉയർത്തി. I am very proud. I am an Indian. I am very proud. നമ്മുടെ രാജ്യം മനോഹരമാണ്. നമ്മുടെ രാജ്യം അനുഗ്രഹീതമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. ആന്ധ്രാപ്രദേശിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്ത്. അരുണാചൽ പ്രദേശിനായി പ്രാർത്ഥിച്ച്, ആസാമിനായി പ്രാർത്ഥിച്ച്, ബീഹാറിനായി പ്രാർത്ഥിച്ച്, ഛത്തീസ്ഗഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഗോവയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്ത്, ഗുജറാത്തിനായിട്ട് പ്രാർത്ഥിച്ച്, ഹരിയാനയ്ക്കായി പ്രാർത്ഥിച്ച്, ഹിമാചൽ പ്രദേശിനായി പ്രാർത്ഥിച്ച്, ജമ്മു കാശ്മീരിനായി പ്രാർത്ഥിച്ച്, ജാർഖണ്ഡിനായി പ്രാർത്ഥിച്ച്, കർണാടകയ്ക്കായി പ്രാർത്ഥിച്ച്, കേരളത്തിനായിട്ട് മലയാളികളെല്ലാം കേരളത്തിനായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, മധ്യപ്രദേശിനായിട്ട് സ്തോത്രം ചെയ്ത്, മഹാരാഷ്ട്രയ്ക്കായി സ്തോത്രം ചെയ്ത്, മണിപ്പൂരിനും മേഘാലയയ്ക്കുമായി പ്രാർത്ഥിച്ച്, മിസോറാമിനും നാഗാലാൻഡുമായി പ്രാർത്ഥിച്ച്, ഒറീസയ്ക്കായി പഞ്ചാബിനായി പ്രാർത്ഥിച്ച്, രാജസ്ഥാന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, സിക്കിമിനായി, തമിഴ്നാടുവിനായി പ്രാർത്ഥിച്ച്, തെലുങ്കാനയ്ക്കായി പ്രാർത്ഥിച്ച്, ത്രിപുരയ്ക്കായി, ഉത്തർപ്രദേശിനായി പ്രാർത്ഥിച്ച്, ഉത്തരാഖണ്ഡിനായി, വെസ്റ്റ് ബംഗാളിനായി പ്രാർത്ഥിച്ച്, എല്ലാ സ്റ്റേറ്റുകൾക്കായി, 28 സ്റ്റേറ്റുകൾക്കും 8 യൂണിയൻ ടെറിട്ടറിക്കുമായി 2 കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാ ഭാരതീയരും, എല്ലാ ദൈവമക്കളും നമ്മുടെ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി ശബ്ദമുയർത്തി. Oh, we thank you, Holy Spirit. Lift up your holy name, Jesus. ശബ്ദമുയർത്തി. Thank you, Jesus. ഈ 28 സ്റ്റേറ്റുകളിലും
ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. 8 യൂണിയൻ ടെറിട്ടറികളിലും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഈ സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന സകലരെയും ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്, എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ഓർത്ത്, എല്ലാ ജില്ലകളെയും എല്ലാവരും കൈകളെ ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ ദേശത്തിന്റെ ഉണർവിനായി, ഹല്ലേലൂയ, നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവർക്കായി, നമ്മുടെ കേരളത്തിനായി, ഈ സംസ്ഥാനത്തിനായി എന്ന് പ്രാർത്ഥിച്ച്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ആരാധന നടക്കുന്നത്, ഇപ്പോൾ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാനായി, ഒരു വലിയ ദൈവിക ഉണർവിനെ നമ്മുടെ രാജ്യത്തിൽ പരിശുദ്ധാത്മാവ് അയക്കുവാനായി, ദൈവത്താൽ അയക്കപ്പെട്ട ഉണർവുകളെ സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഓൾ ദ പാസ്റ്റേഴ്സ്, എല്ലാ പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിച്ച്, എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു ചർച്ചിന് വേണ്ടി മാത്രമല്ല, എൽ ഷദായ് മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം. Pray for all the pastors, all the churches, all the evangelists, all the priests, all the bishop, എല്ലാ ബിഷപ്പുമാർക്ക് വേണ്ടിയും, എല്ലാ പ്രീസ്റ്റുമാർക്ക് വേണ്ടിയും, എല്ലാ പാസ്റ്റേഴ്സിനു വേണ്ടിയും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി. Thank you Jesus, thank you Jesus. നിങ്ങളുടെ കയ്യിലേക്ക് ഞാനിപ്പോൾ ഈ മൈക്രോഫോൺ തന്നാൽ, നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചാൽ, നിങ്ങൾ എങ്ങനെയായിരിക്കുമോ ഈ 28 സ്റ്റേറ്റുകൾക്കും 8 യൂണിയൻ ടെറിട്ടറിക്കും വേണ്ടി, ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ നിലയിൽ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഈ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിലോട്ട് ഞങ്ങളുടെ രാജ്യത്തെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനത്തിനായി, സ്വസ്ഥതയ്ക്കായി, ദൈവിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തിലുള്ള ചെറുതും വലുതുമായ സകല ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭയാം കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ഡിസ്യൂണിറ്റുകളെയും കർത്താവ് നീക്കം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാ ഡിവിഷനുകളെയും കർത്താവ് നീക്കം ചെയ്യണമേ. ജനം ഒന്നാകട്ടെ, ജനം ഒന്നാകട്ടെ. ആദരങ്ങൾ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. Pray for everyone. Thank you Holy Spirit, thank you Holy Spirit. 76ാമത് റിപ്പബ്ലിക് ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ രാജ്യം ഇന്ന് ആഘോഷിക്കുമ്പോൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമായി ഈ രാജ്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, കർത്താവേ, ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന അധികാരികളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങളുടെ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കുന്ന ദൈവസഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയാം കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം ഇന്ന് ഈ ആരാധനയിൽ ഉയരട്ടെ. Thank you Jesus. ഒരു ഡിനോമിനേഷൻ ബാരിയറുകളില്ലാതെ എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിനായി പീഡനങ്ങൾ സഹിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന ദൈവവൃത്യന്മാർക്കായി പ്രാർത്ഥിച്ചു. ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തുമ്പോൾ എന്റെ വരവാകുമെന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. ഒരാത്മഭാരത്തോടുകൂടെ ഒരു വലിയ റിവൈവൽ, വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ ഉണർവ് ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ ദേശത്തിൽ ഉണ്ടാകാനിടയാകട്ടെ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, കൈകളൊന്ന് ഉയർത്തി നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. ഇമ്മാനുവൽ കേവി ഒന്ന് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച മോനെ, ഇതിനായിട്ട് ഒന്ന് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് യേശു
യേശുവിനെയാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് സമാധാനത്തിന്റെ പ്രഭുവിനെയാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് അത്ഭുത മന്ത്രിയും വീരനാം ദൈവവുമായ അങ്ങയാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് ലോകരക്ഷകനായ യേശു കർത്താവിനെയാണ്. ഇന്ന് പകൽ ഞങ്ങൾ കർത്താവ് ആമേൻ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ, ജനം സത്യം അറിയുവാൻ, ജനം രക്ഷകനെ കണ്ടുമുട്ടുവാൻ. ആമേൻ ആമേൻ. ഇരുട്ടിലിരുന്നൊരു ജനം ആമേൻ അവർ വെളിച്ചം കണ്ടുവെന്ന് ഞങ്ങൾ കർത്താവെ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഭാരതം സത്യ വെളിച്ചവുമായി എൻകൗണ്ടർ ഉണ്ടാകുന്ന കർത്താവെ ഒരു വർഷമായി ഇതിനെ മാറ്റണമേ. ഞങ്ങളുടെ അഭിഷക്തൻ ഇന്ന് പകൽ ഈ ഭാരതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അഭിഷക്തന്റെ ആദരത്തിലൂടെ എന്തെല്ലാം ഈ ദേശത്തെ, ഈ രാജ്യത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അതെല്ലാം സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഭാരതത്തിന്റെ ഓരോ മുക്കും മൂലയും കർത്താവെ സുവിശേഷത്തിന്റെ ധ്വനി മുഴങ്ങുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ തയ്യാറാകട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. നിനവെ പട്ടണം വിടുവിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഞങ്ങളുടെ ഭാരതം യേശുവിൻ്റെതായി തീരട്ടെ. ഞങ്ങളുടെ ഭാരതം കർത്താവിൻ്റെതായി തീരട്ടെ. ഞങ്ങളുടെ ഭാരതത്തെ അങ്ങ് വിടുവിക്കണമേ. എല്ലാ അനാചാരങ്ങളും ഞങ്ങൾ ആത്മാവിൽ നിർത്തൽ ചെയ്യുന്നു. എല്ലാ ആഭിചാരങ്ങളെയും ഞങ്ങൾ ഒഴിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഈ രാജ്യത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഈ ജനത്തിന്റെയും പാസ്റ്റർ ഇമ്മാനുവേലിന്റെയും പ്രാർത്ഥനയെ കർത്താവ് സ്വീകരിച്ച് അതിന്റെ മേളിൽ ഒരു അത്ഭുതം ചെയ്തതിനാൽ, നമ്മുടെ രാജ്യത്തെ ദൈവം അനുഗ്രഹിച്ചതിനാൽ ഒന്ന് കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഓ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ അലയാനിട. വരികയില്ലവരെന്നെ പിടികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവരെന്നെ പിടികയില്ല. വലതു കൈ പിടിച്ചെന്നെ. ഒരിക്കൽ കൂടെ വിളിച്ച ദൈവം ഒന്നോ കൈകൾ ഉയർത്തി. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു വരികയില്ലവരെന്നെ പിടികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവരെന്നെ പിടികയില്ല. Oh, Jesus. ജനങ്ങൾ ശബ്ദമുയർത്തി